പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35 മുതൽ 36 വരെ തിരുവചന ഭാഗങ്ങൾ. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എപ്പോഴാണ് നമ്മുടെയും ആത്മധൈര്യം നഷ്ടമായി പോകുന്നത്? പലതവണ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഫലം കാണാതെ വരുമ്പോൾ പതിയെ പതിയെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഇനി ഇങ്ങനെ പരിശ്രമിക്കുന്നതിൽ അർത്ഥമില്ല, ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മാനുഷികമായ നമ്മുടെ ഈ ചിന്തകൾക്ക് മുമ്പിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നാം കേട്ട ഈ വചനമാണ്: നിന്റെ ആത്മധൈര്യം നശിപ്പിച്ചു കളയരുത്. ഒരു പ്രതീക്ഷയും ഇല്ല എന്നറിയുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ കർത്താവ് ഒരുക്കുന്ന പ്രതിഫലം നിനക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മുടെയും ആത്മധൈര്യം നഷ്ടമായി പോകുവാനുള്ള പല സന്ദർഭങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് മക്കളുടെ ജീവിതം ഉയരാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വാക്കുകൾക്ക് അവർ വില തരാതെ വരുമ്പോൾ പല മാതാപിതാക്കളും ചിന്തിച്ചേക്കാം, എന്തിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചതെന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നത് നഷ്ടമാകുമ്പോൾ അത് നമ്മുടെ ആത്മധൈര്യം ചോർത്തിക്കളഞ്ഞേക്കാം. ഈ സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പ്രതിഫലവും വാഗ്ദാനവും സ്വീകരിക്കുവാൻ നമുക്ക് ആത്മധൈര്യവും സഹനശക്തിയും ആവശ്യമാണ്. ഈ സഹനങ്ങളുടെയൊക്കെ ഒടുവിൽ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം സ്വീകരിക്കുവാൻ അവിടുന്ന് നമ്മളെ തീർച്ചയായും ഒരുക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.